സമയം ഇപ്പോൾ വാച്ചെടുത്തില്ല. ഇന്നലെ രാത്രി മഴയൊക്കെ കുറഞ്ഞെന്ന് ചോദിച്ചാൽ രാവിലത്തേക്ക് കുറച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇടിവെട്ട് മഴ. പിന്നെ ആ പരിപാടി അങ്ങ് ഡ്രോപ്പ് ചെയ്ത് വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു കോള് നോക്കുമ്പോൾ എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ എന്നല്ല ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചാൽ നമ്മളെ സെൻ കാർബണിൻ്റെ കണ്ടൻസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായോ ആ കാലം തൊട്ടിട്ട് വീഡിയോസൊക്കെ നല്ല റീച്ച് കയറിയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് രണ്ടല്ല അതിൽ കൂടുതൽ വീഡിയോസ് 1 മില്യൻ്റെ മേലെ കയറിയിട്ടുണ്ട്, 3 മില്യൻ്റെ മേലെയൊക്കെ വ്യൂസ് കയറിയിട്ടുണ്ട്. അങ്ങനെ കണ്ടൻസ് കുറച്ച് റീച്ച് ആയതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കോൾ വന്നത്. അപ്പോൾ അവർ വിളിച്ച വേറൊന്നുമല്ല, കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനാണ്. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോസിനേക്കാളും കുറച്ചും കൂടി റീച്ച് കയറാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാനും വേറെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ അവർ വിളിക്കുന്നത് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നുമല്ല, അവരെ ഒരു എന്താ പറയുക, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പാർട്ട്നേഴ്സായിരിക്കും അവർ വിളിക്കുന്നത്. മീൻസ് നമ്മളെപ്പോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് പോലെ തന്നെ അവർക്കൊരു എന്താ പറയുക ഒരു ബാച്ച് പോലെ ഉണ്ടാവും. ഇങ്ങനെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ കോൾ ചെയ്തിട്ട് അവർക്ക് ടിപ്സ് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് അവർ വിളിച്ചത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കണമെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ നൈസിലൊരു ഓട്ടോ സൈഡാക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ പരിപാടി വീട്ടിലെത്തിയിട്ടാണ്. നല്ല ടെമ്പറേച്ചർ ഓട്ടാകാൻ തന്നെ 2 ദിവസം വണ്ടി എടുത്തിട്ടില്ല, എന്നെ സൈഡാകുന്ന ഉറപ്പായി. പിന്നെ എന്തായാലും ഒന്ന് വാമപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ട് വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. സ്റ്റാർട്ട് ചെയ്തോക്കാം. മഴയല്ലേ, സ്റ്റാർട്ടാവാന്നൊരു പിടുത്തമില്ല. ഇതിൻ്റെ അകത്ത് തീരുമാനമായിട്ടുണ്ട്. അടുത്ത നമ്മളെ ഹിമാലയൻ. പൂച്ചേൻ്റെ വിളയാട്ടം. ഇതും സ്റ്റാർട്ടാകാൻ ചാൻസ് കുറവാണ്. ഭാഗ്യം ഇത് സ്റ്റാർട്ടായി. ഇനി നമ്മളെ 390 മിക്കവാറും സ്റ്റാർട്ടാവും. ഇതിൻ്റെ ബാറ്ററിക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല. ചതിക്കല്ലേ. അപ്പോൾ വണ്ടി അത്രയും ദിവസം എടുക്കാണ്ട് വെച്ചിട്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആരും ത്രോട്ടിൽ അധികം റവ് ചെയ്യാതിരിക്കുക. ഒരു 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ഒന്ന് ഐഡിൽ കണ്ടീഷൻ ആയതിനു ശേഷം മാത്രമേ റവ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ കാർബൺ അവിടെ കിടപ്പുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഇലക്ട്രിക്കാണ്, ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി. പിന്നെ നമ്മുടെ ഓല സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ടിപ്പോൾ ഏകദേശം 1 മന്ത് ആവാനായി. അപ്പോൾ ഒരു സർവീസ് നല്ലതായിട്ട് ഞാൻ കുറേ വീഡിയോ ചെയ്തിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിച്ച് കഴിഞ്ഞിപ്പോൾ സ്വിച്ച് ഓഫാണ്. എങ്ങനെ പോയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് അറിയേണ്ടെങ്കിൽ തന്നെ അവരുടെ അടുത്ത് പോയിട്ട് വേണം ചോദിക്കാൻ. വേറെ ഒരു വഴിയുമില്ല അവരെ കോൺടാക്ട് ചെയ്യാനുള്ള. പിന്നെ നമ്മൾ I10 ഉണ്ട്, അത് എപ്പോൾ ഒന്നും യൂസ് ചെയ്യാറില്ല. എപ്പോഴെങ്കിലും എടുത്താലേ അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ അതിന് കാണാനുണ്ട്. പിന്നെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ മൺസൂൺ മെയിൻ്റെനൻസ് എന്ന് പറയുന്ന പോലെ തന്നെ വണ്ടിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അതിൻ്റെ ബ്രൈറ്റ് അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അതിൻ്റെ ഇൻറ്റൻസിറ്റി നല്ല കുറവായിരുന്നു. പിന്നെ നമുക്ക് വാട്ട്സ് കൂടിയ ബൾബും വേറെ എന്താ പറയുക കുറച്ച് അത്യാവശ്യം നല്ല ഫിലിപ്സിൻ്റെ ബൾബോ ഓസ്റാമോ ഏതെങ്കിലും എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് സ്പെയർ പാർട്സ് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ I10 വേണ്ടിയിട്ട് ഫിലിപ്സിൻ്റെ H490 ബൾബാണ് വാങ്ങിച്ചത്. 190 അത്രയേ ഉള്ളൂ. പിന്നെ 130-100 വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിന് വയറിംഗ് ഒക്കെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ പോയില്ല. ഇത് അത്യാവശ്യം നല്ല ഇൻറ്റൻസിറ്റി ഇല്ല. കാരണം നോർമൽ ബൾബ്സിൻ്റെ റേറ്റ് വരുന്നത് 130 ആ റേഞ്ചാണ് ഒന്നിന് വരുന്നത്. ഇതിന് 500 മേലെയുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഇതിനുണ്ടാവും. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ സെന്നിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. പിന്നെ നമ്മളൊരു വൈപ്പർ ബ്ലേഡ് വാങ്ങിച്ചിട്ടുണ്ട് ബോഷിൻ്റെ. നമ്മളിപ്പോൾ സെന്നിന് തന്നെ ഇപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ബോഷിൻ്റെ തന്നെ വാങ്ങിച്ചിട്ടുള്ളത് വൈപ്പർ ബ്ലേഡ്. അത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്.
നമ്മൾ ഫ്രെയിംലെസ് ബ്ലേഡ് കിട്ടിയിട്ടില്ല, അതിൻ്റെ അതേ വാങ്ങിക്കും നമ്മൾ. കാരണം പഴയ വണ്ടീൻ്റെയൊക്കെ മോട്ടർ അത്യാവശ്യം ആയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രെയിംലെസ് ബ്ലേഡ് മേടിച്ചാൽ അതിൻ്റെ വെയിറ്റ് അത്യാവശ്യം കുറവായതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ നമ്മൾ ബ്ലേഡൊക്കെ ഫിക്സ് ചെയ്ത് അതിനുശേഷം നമ്മളെ വൈപ്പർ ഫ്ലൂയിഡൊക്കെ നിറച്ചു, കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് നിറച്ച് ഫുള്ളാക്കിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത പരിപാടി വെച്ചാൽ ബൾബ് ഫിക്സിങ് ഐട്ടൻ്റെ എന്തായാലും ഹെഡ്ലൈറ്റൊക്കെ അയച്ചെടുത്തിട്ട് ചെയ്യണം. പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് നമ്മളെ വർക്ക്ഷോപ്പിൽ വിളിച്ചിട്ട് ഡയറക്റ്റ് പോയിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ മഴയും കാര്യങ്ങളിലാണ്, പ്രത്യേകിച്ച് ഇപ്പം നല്ല മഴയാണ്, ടെമ്പറേച്ചറിൽ നല്ല കുറവാണ്. അപ്പോൾ വീട്ടിലുള്ള വണ്ടികളിലും പരമാവധി യൂസ് ചെയ്യുക, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഡെയിലി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഈ വണ്ടി തന്നെ 2 ദിവസം എടുക്കാണ്ട് വെക്കുമ്പോഴത്തേക്ക് തന്നെ ബാറ്ററി ഡൗൺ ആകുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ വണ്ടികളുടെ അവസ്ഥ എന്തായാലും ബാറ്ററി ഏകദേശം ആവാനാവുന്നതിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം എൻ്റെ വീട്ടിലെ വണ്ടി തന്നെ നോക്കുകയാണെങ്കിൽ ബൈക്കെല്ലാം ബാറ്ററി ഡൗൺ ആയിട്ടുള്ളത്. നല്ലൊരു മഴ കുറച്ച് ദിവസം പെയ്യുമ്പോഴത്തേക്ക് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം ഡൗൺ ആയി കഴിഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല. വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയിട്ട് പിന്നെയും ചാർജ് ചെയ്തെടുക്കുക, ഒന്നിക്കൽ ഗിയറിലിട്ട് സ്റ്റാർട്ടാക്കി എടുക്കുക എന്ന് വെച്ചാൽ നല്ല കാര്യമല്ല. അതേപോലെ തന്നെ അത് ബാറ്ററീൻ്റെ ലൈഫിനെ നല്ലോണം ബാധിക്കും. പിന്നെ ഈ വണ്ടി പ്രത്യേകിച്ച് അധികം എടുക്കാത്ത വണ്ടിയാണ്, i10 2012 മോഡലാണ്. അപ്പോൾ നിലവിലിപ്പോൾ ഇതിൻ്റെ ബൾബും കാര്യങ്ങളൊക്കെ നല്ല മഴയാണ്. ഞാനിപ്പോൾ എടുത്തിട്ട് നോക്കുമ്പോൾ തീരെ വിസിബിലിറ്റി ഇല്ല, ബൾബിനൊന്നും തീരെ വിസിബിലിറ്റി ഇല്ല. നല്ല മഴയത്ത് പോകുമ്പോൾ നല്ല ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ വൈപ്പർ ബ്ലേഡ് മാറ്റിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് മാറാൻ പോകുന്നതാണ്. നമുക്ക് തന്നെ മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ അഴിച്ചെടുത്തിട്ട് മാറ്റണം. പിന്നെ അതിന് ടൈമില്ല. അപ്പോൾ അവിടെ കൊടുത്തിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2-3 പണിയും കൂടി ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഇതിൻ്റെ ഗിയറൊക്കെ നല്ല ടൈറ്റാകാൻ തുടങ്ങി, അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്. അന്ന് ഇതിനൊന്ന് കുറച്ച് ഓയിലിട്ട് കൊടുക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യണം. അപ്പം അങ്ങനത്തെ കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ട്. അപ്പോൾ മഴയായതുകൊണ്ട് ആരും വണ്ടി എടുക്കാണ്ട് നിൽക്കരുത്. പിന്നെ അതേപോലെ തന്നെ അണ്ടർ ബോഡി കോട്ടിങ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ 2012-10 മോഡലൊക്കെ വണ്ടി തുരുമ്പ് കയറാനുള്ള ചാൻസ് നല്ലതുണ്ട്. അപ്പോൾ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുക. മഴ തുടങ്ങി, അപ്പോൾ അത് ചെയ്യുക. അതിപ്പോൾ ഓരോ റേറ്റിൽ അവൈലബിൾ ആണ്. ക്ലച്ച് മാറ്റിയിട്ടില്ല, ക്ലച്ചും അതേപോലെ തന്നെ ടൈറ്റാ. ഇത് സെക്കൻഡ് എടുത്ത വണ്ടിയായിരുന്നു. ഇതിന് ഗ്രീസൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ വലിയ കാര്യമില്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ വയർ മാറ്റി തന്നെ ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മെയിൻ്റെനൻസ് വണ്ടീൻ്റെ കൃത്യമായിട്ട് ചെയ്യുക. മഴ ആയതുകൊണ്ട് വണ്ടി എടുക്കാണ്ട് വെക്കുക, ബൈക്കായിക്കോട്ടെ എന്തായിക്കോട്ടെ എടുക്കാണ്ട് വെക്കുക. ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി പണി നമുക്ക് പിന്നെ കിട്ടും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ഓടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കുക ഡെയിലി. നല്ല തണുപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഓക്കെ, ബൈ.